ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് ചീസ് ബർഗറാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ബീഫ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു എഗ് യോക്കും 2 ടീസ്പൂൺ പെപ്പർ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ബർഗർ ബണ്ണിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസിലാണ് നമ്മളിവിടെ പാറ്റി പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം പാറ്റി കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷ്രിങ്കായി പോകും. ഇതേപോലെ കൈകൊണ്ട് പരത്തി പാറ്റീസ് ആക്കി എടുക്കാം. മിനിമം 1 മണിക്കൂർ നമുക്ക് ഈ പാറ്റി ഫ്രീസ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ ബർഗർ പ്രിപ്പയർ ചെയ്യുന്നത് ആ ടൈമിൽ നമുക്ക് എടുക്കാം. കാരമലൈസ്ഡ് ഓണിയൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് ഓണിയൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. സോട്ടായി വരുമ്പോഴത്തേക്കും ഒരു വലിയ സ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ഒണിയനും ബ്രൗൺ ഷുഗറും നന്നായിട്ടൊന്ന് കാരമലൈസ് ആയി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഈ പാറ്റിയിലേക്ക് 1 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. 2 സൈഡിലും നമ്മൾ പെപ്പറും സോൾട്ടും ആഡ് ചെയ്ത് നന്നായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട്. ആദ്യമേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാത്തതിന് കാരണം ബീഫ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. പാറ്റിയുടെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഓരോ സൈഡും 3 മിനിറ്റ്സ് വീതം കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പാറ്റി പ്രസ് ചെയ്ത് കൊടുക്കരുത്, എന്നാൽ അതിൻ്റെ മോയ്സ്ചർ പോകും. പാറ്റി കുക്കായതിന് ശേഷം ഒന്ന് കൂളായി കഴിഞ്ഞിട്ട് നമുക്ക് ചീസ് മെൽറ്റ് ചെയ്തെടുക്കാം. ബർഗർ ബൺ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. ബർഗർ അസംബിൾ ചെയ്യാനായിട്ട് ഞാനിവിടെ ബർഗർ മയോ, മസ്റ്റർഡ് സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ കട്ട് ചെയ്ത ടൊമാറ്റോയും കുക്കുംബറും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും. ആദ്യം ബണ്ണിൽ നമുക്ക് ബർഗർ മയോ സ്പ്രെഡ് ചെയ്യാം. ബേസ് ബണ്ണിൽ നമുക്ക് കാരമലൈസ്ഡ് ഒണിയൻ വെക്കാം. കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് 2 സൈഡ് നമുക്ക് പാറ്റി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത ചീസോ അല്ലെങ്കിൽ ചീസ് സ്ലൈസോ വെച്ച് കുറച്ച് വാട്ടറും സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് നമുക്ക് ചീസ് മെൽറ്റ് ചെയ്തെടുക്കാം. പാറ്റി നമുക്ക് ബേസ് ബണ്ണിലേക്ക് വെച്ചതിന് ശേഷം സ്ലൈസ് ചെയ്ത കുക്കുംബറും ടൊമാറ്റോവും വെക്കാം. ടോപ്പ് ബണ്ണിൽ മസ്റ്റാർഡ് സോസും കെച്ചപ്പും സ്പ്രെഡ് ചെയ്തതിന് ശേഷം കവർ ചെയ്യാം. ബർഗർ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് കൂടെ വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് ബീഫ് ബർഗർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ ശരിക്കും ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ കട്ട്ലറ്റ് വെച്ചിട്ടാണ് ബർഗർ കഴിക്കാറ്. പക്ഷേ ഇവിടെ പ്യുവർ മീറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.